ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അവൽ കൊണ്ടുള്ള ഒരു കറുത്ത ഹൽവയാണ്. ഇതിലേക്കായിട്ട് കുറച്ച് റാഗിയും ഉപയോഗിച്ചിട്ടുണ്ട്. വീട്ടിലുള്ള ചേരുവകൾ വെച്ച് ബേക്കറിയിൽ കിട്ടുന്ന അതേ രുചിയിലും നിറത്തിലുമുള്ളൊരു കറുത്ത ഹൽവയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നറിയണ്ടേ? എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ നോക്കിയാലോ. ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് വെളുത്ത അവലാണ് ഞാൻ എടുത്തത്. ഏതവലും ഉപയോഗിക്കാം. ഈ അവൽ വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ ലോ ഫ്ലെയിമിൽ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് മാത്രം മതി ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അവൽ ഇങ്ങനെ കയ്യിലെടുത്ത് പൊടിക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതാണ് ശരിയായ പാകം. ഇവിടെ അവൽ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഒരു മിക്സർ ജാറിലേക്ക് മാറ്റി പൊടിച്ചെടുക്കാം. അവൽ പൊടിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പൊടിഞ്ഞു കിട്ടണം. എന്നാലേ ഈ ഹൽവയ്ക്ക് നല്ല രുചിയും സോഫ്റ്റുമായിട്ട് കിട്ടുകയുള്ളൂ. ഇവിടെ അവൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇതൊരു തേങ്ങ ചിരകി പിഴിഞ്ഞെടുത്ത കട്ടിപ്പാലാണ്. 1-ാം പാലെന്ന് പറയും. അതുപോലെ 1-ാം പാലും 2-ാം പാലും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് നേരത്തെ പൊടിച്ചു വെച്ച അവൽ ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 4 ചെറിയ സ്പൂൺ റാഗിപ്പൊടിയാണ് കാണിക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലും 2-ാം പാലും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. കട്ടയൊന്നും കെട്ടാതെ യോജിപ്പിച്ച് ഇതിനെ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ കിട്ടുന്നത്. കൂടാതെ റാഗിപ്പൊടിയുടെ ഉമിയും ഫിൽട്ടർ ചെയ്ത് കിട്ടും. അരിച്ചെടുത്ത റാഗി അവൽ മിക്സിലേക്ക് 1/4 സ്പൂണിൽ താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ശർക്കരപ്പൊടി ഉരുക്കിയെടുക്കാം. ഇതിലേക്കായിട്ട് 200 ഗ്രാം കറുത്ത ജാഗറി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഓർഗാനിക് ജാഗറി പൗഡറാണ്, കരടുകളൊന്നുമില്ലാത്തതാണ്. ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഉരുക്കിയെടുക്കാം. ശർക്കരപ്പൊടി നല്ലതുപോലെ ഉരുകി മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച അവലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ മിക്സ് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു. പെട്ടെന്ന് ഇത് ചൂടായ ശർക്കരയിലേക്ക് ഒഴിക്കുമ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഉടനെ തന്നെ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം കൈവിടാതെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കൂടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുതേ. അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ പുതുതായിട്ട് സന്ദർശിക്കുന്നവർ നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അവൽ മിക്സ് നന്നായിട്ട് ഇവിടെ കുറുകി വരുന്നുണ്ട്. ഇതിൽ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ചേർത്തിരിക്കുന്ന തേങ്ങാപ്പാലിൽ നിന്ന് തന്നെ എണ്ണ കിട്ടിക്കോളും. അവൽ ഹൽവ നന്നായിട്ട് കുറുകി സൈഡിലൊക്കെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ ഏകദേശം 1/2 മണിക്കൂറൊക്കെ മതി. കൂടുതൽ സമയമൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാഷ്യൂ നട്ട്സാണ്. ചെറുതായി ചോപ്പ് ചെയ്തതാണ്. കൂടുതലൊന്നും വേണ്ട, ഒന്ന് കടിക്കാൻ കിട്ടിയാൽ മാത്രം മതി. ഇനി 1 സ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളുത്ത എള്ളാണ് എടുത്തത്. ഏത് എള്ള് വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ കാണാൻ ഒരു ലുക്ക് കിട്ടുന്നത് വെളുത്ത എള്ളിലാണ്. അവൽ ഹൽവ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡൊക്കെ നല്ലതുപോലെ വിട്ടുവരാൻ തുടങ്ങി. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് റെഡിയായി കിട്ടും. അവൽ ഹൽവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. ഇതാണ് ഇതിൻ്റെ ശരിയായ പാകം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ ഒരു കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഹൽവ മാറ്റുന്ന പാത്രത്തിൽ ഓയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആൾറെഡി ഇതിൽ ഹൽവയിൽ എണ്ണമയമുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുതേ. ഹൽവ നല്ലതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡെക്കറേഷനാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്ത എള്ള് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. കുറഞ്ഞത് 6-7 മണിക്കൂർ
ഇത് തണുത്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കേണ്ടത്. എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഹൽവ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഉടനെ തന്നെ ഇത് തയ്യാറായി നോക്കുക. പിന്നെ വെറുതെ പറഞ്ഞതൊന്നുമല്ല കേട്ടോ, നല്ല രുചിയാണ്. അതും ഹെൽത്തിയായ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.